PM ശ്രീ പദ്ധതിയിൽ ഒരു ഇടനിലക്കാരനായി അല്ലെങ്കിൽ ഒരു ബ്രിഡ്ജ് പോലെ പാലമായിട്ട് പ്രവർത്തിച്ചത് ജോൺ ബ്രിട്ടാസ് ആണെന്ന് ധർമ്മേന്ദ്ര പ്രധാൻ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. അപ്പോൾ ഇത് അങ്ങനെയൊന്നും ഇല്ല എന്ന് ബ്രിട്ടാസ് പറയുന്നു. ശരിക്കും ഇതിനകത്തൊരു വലിയ ഗെയിം നടന്നിട്ടുണ്ടെന്ന് പറയാം. അല്ല, PM ശ്രീ പദ്ധതി നടപ്പാക്കരുത് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ള കാര്യമാണ് എനിക്ക് ആദ്യം മനസ്സിലാകാത്തൊരു കാര്യം. PM ശ്രീ പദ്ധതി നടപ്പിലാക്കണം. കാരണം അത് നടപ്പിലാക്കാതിരിക്കാനായി ഇവർ പറയുന്ന കാരണങ്ങളൊന്നും തന്നെ യുക്തിഭദ്രമല്ല എന്നുള്ളതാണ് സത്യം. കാരണം ഇത് എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും താഴേക്കിടയിൽ നിൽക്കുന്ന കുട്ടികൾക്ക് ഏറ്റവും മികവുറ്റ വിദ്യാഭ്യാസം കൊടുക്കുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം. അപ്പോൾ അതിന് എങ്ങനെയാകണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ കോണ്ടെക്സ്ച്വലായിട്ട് രൂപപ്പെട്ടു തന്നെ നമ്മുടെ സാഹചര്യങ്ങളും നമ്മുടെ ജീവിതാവസ്ഥയും ഒക്കെയായി ബന്ധപ്പെട്ട് അത് കോണ്ടെക്സ്ച്വലായി രൂപപ്പെട്ടു വരുന്നതാണ് നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ സവിശേഷത. അങ്ങനെ ഒരു വിദ്യാഭ്യാസം ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ലക്ഷ്യം. ഇപ്പോൾ ഒരു ഉദാഹരണം പറയണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ മഹാത്മാഗാന്ധി ഉപയോഗിച്ച വാക്കുകൾ മുഴുവനും ഒരു മഹാസമരം നയിക്കുമ്പോൾ ജനങ്ങളെ പ്രചോദിപ്പിച്ചുകൊണ്ട് അവരെ തല്ലുകൊള്ളാനും അങ്ങനെ തല്ലുകൊള്ളുമ്പോൾ തിരിച്ചു തല്ലാതിരിക്കാനും അത് സഹിക്കാനുമൊക്കെ അവരെ പ്രാപ്തരാക്കി എടുക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചത് നമ്മുടെ നാട്ടിലെ ഏറ്റവും സർവ്വസാധാരണമായിട്ട് നമ്മുടെ കോണ്ടെക്സ്റ്റിൽ നിന്നും രൂപപ്പെട്ടു വന്ന വാക്കുകളായിരുന്നു. അദ്ദേഹം കോംറഡോർ ബൂർഷാസി എന്നൊന്നും ഉപയോഗിച്ചില്ല. അദ്ദേഹം ഉപയോഗിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ മനുഷ്യർക്ക് മനസ്സിലാകുന്ന സാധാരണ ഭാഷ. അതുകൊണ്ടാണ് അദ്ദേഹം രാമനെയും കൃഷ്ണനെയും ഗീതയെയും ഒക്കെ ഉപയോഗിച്ചത്. അതെല്ലാം നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായി, നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി ജനങ്ങൾക്ക് എല്ലാവർക്കും അത് വാക്ക് പറഞ്ഞാൽ അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ഒരു കോണ്ടെക്സ്ച്വൽ എഡ്യൂക്കേഷൻ രൂപപ്പെടുത്തിയെടുക്കണം എന്നാണ് PM ശ്രീ പദ്ധതി ലക്ഷ്യമാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് നമ്മുടെ കുട്ടികൾക്ക് നഷ്ടപ്പെടാൻ പാടില്ല. അതിന് വേണ്ടിയിട്ടാണ് കേന്ദ്ര ഗവൺമെൻറ് ഇതിന് ഫണ്ട് കൊടുത്തിട്ട്, കാരണം സംസ്ഥാനത്തിൻ്റെ തലയിൽ അതിൻ്റെ സാമ്പത്തിക ഭാരം വെക്കരുത്, അത് കേന്ദ്ര ഗവൺമെൻറ് തന്നെ കൊടുത്തിട്ട് അത് ചെയ്യണം. 15,000 സ്കൂളാണ് അവർ ഇന്ത്യയിൽ തുടങ്ങാൻ വേണ്ടി തീരുമാനിച്ചത്. അതിൽ 14,000-ലേറെ വിദ്യാർത്ഥികൾ തുടങ്ങിക്കഴിഞ്ഞു. ഇനി തുടങ്ങാനുള്ള 2 സംസ്ഥാനവും, ഒന്ന് കേരളവും പിന്നെ ഒന്ന് പശ്ചിമ ബംഗാളുമാണ്. കേരളം അതിൽ ഒപ്പുവെക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു സംഗതികളൊക്കെ പറയാൻ വേണ്ടി അതിൽ നെഗോഷിയേഷൻ നടത്തിയത് മുഴുവനും മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആഗ്രഹപ്രകാരവും അനുഗ്രഹാശസ്സുകളോടും കൂടി. കാരണം 1,000 കോടി രൂപ കിട്ടുന്നതാണ്. 1,000 കോടി രൂപ ഒരു വിദ്യാഭ്യാസത്തിൻ്റെ പരിപാടിക്ക് കിട്ടുന്നത് ആ വിദ്യാഭ്യാസ വകുപ്പിന് അത് പ്രയോജനം ചെയ്യും. മാത്രമല്ല സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും അതിനൊരു ഗുണം. കാരണം ഈ ക്യാഷ് ഉടനെ വന്നു കഴിഞ്ഞാൽ ഇത് പിന്നെ കുറേശ്ശെ ചിലവാക്കിയാൽ മതി. അപ്പോൾ ഇപ്പോൾ ഇമ്മീഡിയറ്റായിട്ട് നമുക്കുള്ള ഡിമാൻഡ്സ് മുഴുവനും ഇതിൽ നിന്ന് എടുത്തിട്ട് മറ്റത് വരുന്നതനുസരിച്ച് അതിന് കൊടുത്താൽ മതി. കുറച്ച് കൊടുത്താൽ മതി. അതിന് പലിശയും കൊടുക്കണ്ട, ഒന്നും കൊടുക്കണ്ട. അപ്പോൾ ഇങ്ങനൊരു ധനസഹായം ഇപ്പോൾ അത്യാവശ്യമാണ് എന്ന് കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ പാർട്ടി എടുത്തൊരു തീരുമാനത്തിൻ്റെ ഫലമായിട്ടാണ് ജോൺ ബ്രിട്ടാസ് അതിൽ ഇടനിലക്കാരനായിട്ട് പോയത്. സാധാരണ ഇതിന് ഇടനില വഹിക്കാറുള്ള ഒരാളെന്ന് പറഞ്ഞാൽ പ്രൊഫസർ KV തോമസാണ്. അപ്പോൾ KV തോമസിന് എന്തോ വയ്യായിക കൊണ്ടോ പറ്റായിക കൊണ്ടോ ആണ് ജോൺ ബ്രിട്ടാസ് ഇതിൽ പോയതും. ജോൺ ബ്രിട്ടാസ് ഇതിൻ്റെ പേരിൽ അവരും എല്ലാം കണ്ട് ഇവിടെ വന്നിട്ട് ഇങ്ങനെ വാചകം അടിക്കുമെങ്കിലും അവിടെ പോയിട്ട് എല്ലാ മന്ത്രിമാരുടെ മുമ്പിലും വച്ചാനിച്ച് നിന്ന് കാര്യങ്ങൾ നടത്തിയെടുക്കുക എന്നൊരു നയമാണ് ഇവർ സ്വീകരിച്ചിട്ടുള്ളത്. കമ്മ്യൂണിസ്റ്റുകാർ പൊതുവെ അങ്ങനെയുള്ളൊരു നയം സ്വീകരിക്കുന്നവരുമാണ്. കാരണം അവിടെ പോയിട്ട് പുറത്തിറങ്ങിയിട്ട് ചീത്ത വിളിക്കുകയും അകത്ത് കയറിയിട്ട് കാല് നക്കുകയും ചെയ്യുന്ന ഒരു രീതി പണ്ട് മുതലേ കമ്മ്യൂണിസ്റ്റുകാർക്കുള്ളതാണ്. അതായത് ഇങ്ങനെ നിന്നുകൊണ്ട് ഭയങ്കര മുദ്രാവാക്യം വിളിക്കും. മുദ്രാവാക്യം വിളിച്ച അണികളെയൊക്കെ ഇതാക്കിയിട്ട് അകത്ത് കയറിയിട്ട് സാറേ രക്ഷിക്കണം എന്ന് പറയുകയും ചെയ്യും. ഇതാണ് ഇവരുടെ രീതി. അതിവർ സ്ഥിരം ചെയ്തിരുന്നൊരു പരിപാടിയാണ്, സ്ഥിരമായിട്ട്. ഇപ്പോൾ ഇതിനകത്ത് ഒപ്പുവെച്ചതിന് ശേഷം ഇനി പിന്മാറ്റം എന്നാണ് ഇതിനകത്ത് പറയുന്നത്. ആ പിന്മാറൽ എളുപ്പമല്ല, ഒട്ടും എളുപ്പമല്ല. ഒരു റീസൺ പറയേണ്ടത് അതിന്. CPI സമ്മതിക്കുന്നില്ല എന്ന് പറയുന്ന ഒരു റീസണായിട്ട് പറയാൻ പറ്റുമോ? പിന്നെ CPI
CPI എന്ന് പറഞ്ഞൊരു പാർട്ടി ഒരു പൊളിറ്റിക്കൽ ഇറസ്പോൺസിബിലിറ്റി പ്രകടിപ്പിക്കുന്ന ഒരു പാർട്ടിയാണ്. അവർക്ക് രാഷ്ട്രീയമായിട്ട് ഉത്തരവാദിത്വം ആരോടുമില്ല. കാരണം എന്താ കാര്യം വെച്ചാൽ അങ്ങനെ വലിയ ജനങ്ങളോടൊന്നും മറുപടി പറയേണ്ട ഒരു പാർട്ടിയല്ല. 1% പോലും വോട്ടില്ലാത്തൊരു പാർട്ടിയാണ്. 1% താഴെയാണ് ആ പാർട്ടിയുടെ വോട്ട്. ആ 1% താഴെ വോട്ടുള്ള എന്ന് വെച്ചാൽ 100 പേര് വരുമ്പോൾ ഒരാൾ പോലും ഇല്ലാത്തൊരു പാർട്ടി. 200 പേരൊക്കെ വരുമ്പോഴാണ് കഷ്ടി ഒരാൾ അതിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ 200 പേർക്ക് ഒരാൾ വെച്ചാണ് ഇന്ത്യയിൽ കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഊഹിക്കാവുന്നതല്ല ആ പാർട്ടിക്ക് എന്താണ് അതിൻ്റെ ഒരാൾ അപ്പോഴും ഇല്ല. അതുകൊണ്ട് 500 പേർക്ക് മറ്റോ വരുമ്പോഴായിട്ടാണ് ഒരാളെ കിട്ടുന്നതെന്ന് തോന്നണം. അത്രയാണ് അതിൻ്റെ ഒരു സ്ട്രെങ്ത്ത്. അങ്ങനെയുള്ള ഒരു പാർട്ടിയാണ് CPI. അപ്പോൾ ഇവർക്ക് എന്താണെന്ന് വെച്ചാൽ ഇവരോട് അല്ലാതെ ഇവരുടെ ഒരു സംഘത്തോടല്ലാതെ ജനങ്ങളോട് ഉത്തരവാദിത്വം പറയേണ്ട ഒരു ബാധ്യത ഇവർക്കില്ല. ഇവരോട് ആരാ ചോദിക്കാൻ പോകുന്നത്? അതുകൊണ്ട് അവർക്ക് എന്തും പറയാം. പിന്നെ അതുമാത്രവുമല്ല, CPI ഒരു അർബൻ നക്സലിസത്തോട് ചേർന്ന് നിന്ന് പ്രവർത്തിച്ച് പോകുന്ന ഒരു പാർട്ടിയുമാണ്. രാജ്യം നന്നാകണം എന്ന് അവർക്കൊരു താല്പര്യമില്ല. രാജ്യത്തെ വിപ്ലവത്തിലേക്ക് നയിക്കണം എന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്. അത് ഈ പണ്ട് ഒരാൾ എൻ്റെ സ്നേഹിതൻ എൻ്റെ അടുത്ത് പറയുമായിരുന്നു, ഈ നെഞ്ചളവും മറ്റേ നക്സലിസവും തമ്മിൽ ബന്ധമുണ്ടെന്ന് പറയും. കാരണം നെഞ്ചളവ് സാധാരണ 36 ഇഞ്ച് എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ അവർ. 36 ഇഞ്ച് കുറയാൻ പാടില്ല. 28 ഇഞ്ചിൽ കുറഞ്ഞ നെഞ്ചളവുള്ളവരാണ് മിക്കവാറും നക്സലൈറ്റുകളെന്ന് എൻ്റെ ഒരു സുഹൃത്തായ പഴയ പത്രപ്രവർത്തകൻ P. രാജൻ തമാശക്ക് പറയാറുണ്ട്. ഏതാണ്ട് ശരിയാണത്. കാരണം അപ്പോൾ ഇവർക്കെന്ന് വെച്ചാൽ ഇവർക്ക് പെട്ടെന്ന് ദേഷ്യം വരും. ഈ അനാരോഗ്യത്തിൻ്റെ ഒരു ലക്ഷണം എന്താണെന്ന് വെച്ചാൽ എളുപ്പത്തിൽ ദേഷ്യം വരിക എന്നുള്ളതാണ്. നല്ല ആരോഗ്യവും കായിക ശേഷിയും അത്യാവശ്യം തല്ലാൻ അറിയാവുന്നവരൊന്നും വെറുതെ പോയിട്ട് ചൂടാകില്ല. ഒരു കാരണവശാലും ചൂടാകില്ല. അവനവിടെ വളരെ ഒതുങ്ങി നിൽക്കുകയുള്ളു. പക്ഷേ ഇതില്ലാത്തവൻ അവിടെ പോയിട്ട് അവൻ്റെ തന്തക്കും തള്ളക്കും ഒക്കെ വിളിച്ച് തെറി പറയുക തുടങ്ങിയിട്ടുള്ള ആ രീതിയിൽ ഈ എന്താ പറയുക, ശക്തിയില്ല, രാഷ്ട്രീയ ശക്തി ഇല്ലാത്ത ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലക്കാണ് CPI ഇതിനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവർക്കിങ്ങനെ പറഞ്ഞാൽ മതി. കാരണം ഇത് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്നാണ് പറയണത്? അത് പറ്റില്ല. അത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ മൂർധന്യത്തിൽ നിന്ന കാരണം എന്ത് ചെയ്യുന്നു വെച്ചാൽ അങ്ങേരത് ക്ഷമിച്ചു. ആരെ? മുഖ്യമന്ത്രി അത് ക്ഷമിച്ചു, ഈ തെരഞ്ഞെടുപ്പ് കഴിയട്ടെ എന്നുള്ളതാണ്. പക്ഷേ ആ എഗ്രിമെൻ്റ് ഇപ്പോഴും നിൽക്കുകയാണേ. അതെ, ആ എഗ്രിമെൻ്റ് മാറ്റണ്ടേ? അതെങ്ങനെ മാറ്റാൻ പറ്റും? വെറുതെ പറഞ്ഞാൽ മതിയോ? എഗ്രിമെൻ്റ് മാറ്റണമെന്നുണ്ടെങ്കിൽ എഗ്രിമെൻ്റ് മാറ്റാനുള്ള കാരണങ്ങൾ എഴുതിയിട്ട് കൊടുക്കണം. തീരുമാനം എടുക്കേണ്ട ആരാണ്? തീരുമാനം എടുക്കേണ്ടത് മന്ത്രിമാരുടെ തലത്തിലല്ല, സെക്രട്ടറിമാരുടെ തലത്തിലാണ്. ഇത് ഒപ്പുവെച്ചേക്കുന്നത് ഇവിടുത്തെ സെക്രട്ടറിയോ അവിടുത്തെ ജോയിൻറ്റ് സെക്രട്ടറിയോ അല്ലെങ്കിൽ ഡെപ്യൂട്ടി സെക്രട്ടറിയോ ഈ ലെവലിലായിരിക്കും ഒപ്പുവെച്ചിട്ടുണ്ടാവുക. അപ്പോൾ അവിടുത്തെ ജോയിൻറ്റ് സെക്രട്ടറിയും ഇവിടുത്തെ സെക്രട്ടറിയും കൂടി ഒപ്പുവെച്ചേക്കുന്ന ഒരു കരാറിൽ നിന്ന് മാറണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ വ്യവസ്ഥകളൊക്കെ പാലിക്കണ്ടേ? അതെ. പിന്നെ ഇതിനകത്ത് ഈ വീരസ്യം പ്രകടിപ്പിക്കുന്ന ഒരു രീതിയുണ്ടല്ലോ, ജോൺ ബ്രിട്ടാസിൻ്റെ ആ രീതിക്കാണ് ഇതിനകത്ത് മങ്ങലേറ്റിരിക്കുന്നത്. അതാണ് ഇതിനകത്ത് സംഗതി. കാരണം ഇയാൾ സർക്കാരിന് വേണ്ടിയിട്ട് അവിടെ പോയി മന്ത്രിമാരുടെ എല്ലാ ആഫീസുകളിൽ കയറി ഇറങ്ങി കാല് പിടിച്ച് നടക്കുന്ന ഒരാളാണെന്നും അതങ്ങനെ എന്തെങ്കിലും കിട്ടുന്നത് മേടിച്ചെടുക്കുന്നതാണെന്നും അങ്ങനെ സ്വന്തം നിലയ്ക്ക് ഈ മന്ത്രിമാരും ഒക്കെ ആയിട്ടൊരു ബന്ധം ഉണ്ടാക്കി അവനവൻ്റെ കാര്യവും നടത്തുന്ന ഒരു തൻകാര്യം നോക്കിയാണ് എന്നുള്ള ഒരു ഇമ്പ്രഷൻ ഇപ്പോൾ ഇത് വന്നു എന്നുള്ളത് തീർച്ചയായിട്ടും ജോൺ ബ്രിട്ടാസിനൊരു കുറവ് തന്നെയാണ്. അതാണിപ്പോൾ സംഭവിച്ചത്. പക്ഷെ ഒരു കാര്യമുണ്ടേ, ഇങ്ങനെ മന്ത്രിമാരുടെ അടുത്ത് പോയി കാല് പിടിച്ച് പറഞ്ഞ് അവരുമായിട്ട് നെഗോഷിയേഷൻ നടത്തി ഒപ്പുവെച്ചതിന് ശേഷം അവരെ തള്ളിപ്പറഞ്ഞ് അവർ സമ്മതിക്കുമോ? ഇല്ല. അത് മര്യാദകേടല്ലേ? ഈ മര്യാദകേട് എത്ര വേണമെങ്കിലും കാണിക്കാൻ മടിയില്ലാത്ത ഒരാളാണ് ജോൺ ബ്രിട്ടാസ്. ഏത് എമൗണ്ട് വരെയും മര്യാദകേട് പാലിക്കാൻ അയാൾക്ക് കഴിയും. മര്യാദകേടാണ് പുള്ളിയുടെ ഒരു രീതി. എത്ര മര്യാദകേട് വേണം എങ്കിലും ശരിയാണ്, അത്രയും മര്യാദകേട് കാണിക്കാൻ കഴിയുന്ന ഒരാളാണ് അദ്ദേഹം. അപ്പോൾ അതുകൊണ്ട് എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇപ്പോൾ ചെന്ന് വീഴാൻ പോകുന്നത് വലിയ കുരുക്കിലാണ് സംസ്ഥാനം പോയി വീഴാൻ പോകുന്നത്. കാരണം ഇനിയിപ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട് പിന്നെ ഒരു കാര്യം, ജനാധിപത്യത്തിൽ കേന്ദ്രവുമായിട്ട് യുദ്ധത്തിന് പോകുന്നതല്ല ശരി. ഇപ്പോൾ ഈ SIRനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ, പീപ്പിൾസ് റെപ്രസെൻറ്റേഷൻ ആക്റ്റിൽ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ കൂടി പങ്കെടുത്തുകൊണ്ട് നടത്തുന്നതാണ് തെരഞ്ഞെടുപ്പ്. കൗണ്ടിങ് ഷീറ്റില്ലേ,
കൗണ്ടിങ് ഷീറ്റിൽ ഇതിൻ്റെ ഏജൻറ്റുമാരും എല്ലാം ഒപ്പുവെച്ച് കൊടുക്കണം. അതെ, എല്ലാ രംഗത്തും. തിരഞ്ഞെടുപ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ തിരഞ്ഞെടുപ്പിൻ്റെ ഓരോ രംഗത്തും ഈ SIRലേക്ക് വേണ്ടി വരുന്ന അല്ലെങ്കിൽ ഈ തിരഞ്ഞെടുപ്പിൻ്റെ ഓരോ രംഗത്തും രാഷ്ട്രീയ പാർട്ടികളെല്ലാം പങ്കാളികളാണ്. അതുകൊണ്ടാണ് BLAമാരെ വെക്കുന്നത്. അവർക്ക് അവിടെ പോയിട്ട് ഇത് കാര്യങ്ങൾ ചെയ്യാം. ജനാധിപത്യ പ്രക്രിയയിൽ പൊതുജനങ്ങളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഉദ്യോഗസ്ഥന്മാരും ചേർന്ന് ഒരുമിച്ച് നടത്തിയെടുക്കുന്നൊരു പ്രക്രിയയാണ് തെരഞ്ഞെടുപ്പ്. അതിനാണ് ഇവിടെ ചോദ്യം ചെയ്യുക. അതാണ് ഇറസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. അത് ഇറസ്പോൺസിബിലിറ്റിയാണ്. കാരണം നമ്മുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറി നിന്നിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഇതുപോലെ തന്നെ ഇത് ഒരു രാജ്യത്തിൻ്റെ നടത്തിപ്പിന് വേണ്ട കാര്യങ്ങളാണ്. ഇന്നല്ലെങ്കിൽ നാളെ നടപ്പിലാക്കേണ്ടി വരും. ഇപ്പോൾ SIR പറഞ്ഞിട്ട് ഇപ്പോൾ എന്ത് സംഭവിച്ചു? ഇപ്പം മമത ഇത് നടപ്പിലാക്കാൻ വേണ്ടി ഓടി നടക്കുകയല്ലേ? അതെ. കാരണം ഒരു രാജ്യത്തെ നിയമമല്ലേ, അത് ഞങ്ങൾ നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാകുന്നത്? അപ്പോൾ ഇതുപോലെ കേന്ദ്ര ഗവൺമെൻറ് ആവിഷ്കരിക്കുന്ന പദ്ധതികൾ ഏറ്റവും വേഗത്തിൽ ആവിഷ്കരിച്ച് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ മുന്നിൽ എത്താൻ പറ്റും. രാജീവ് ഗാന്ധി പണ്ട് കൊണ്ടുവന്ന് മറ്റേ ഇത് സ്കൂളുകൾ കൊണ്ടുവന്നു ഇതുപോലെ തന്നെ. ആ സ്കൂളുകൾ വന്നപ്പോഴും നമ്മൾ എതിർത്തുകൊണ്ടേയിരുന്നു. ആ എതിർപ്പ്, ഇത് ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നിർത്താം. ഈ പണ്ട് മലയാളികളുടെ ഒരു ശീലത്തിൻ്റെ ഭാഗമാണ് കാക്കിശ്ശേരി ഭട്ടതിരിപ്പാട് ഉണ്ടായിരുന്നു. അപ്പോൾ ഉദ്ദണ്ഡ ശാസ്ത്രികൾ വന്നിട്ട് തർക്കത്തിൽ ഇവിടെ ഉള്ള എല്ലാവരെയും തോൽപ്പിച്ച് പണവും ഒക്കെ ആയിട്ട് കടന്നു കളയുന്നൊരു രംഗം വന്നു. അപ്പോൾ എന്ത് വന്നാലും ശരിയാണ്, ഉദ്ദണ്ഡനെ തോൽപ്പിക്കാൻ വേണ്ടി മലയാളത്തിലുള്ള എല്ലാവരും കൂടി ചേർന്ന് ഉണ്ടാക്കിയെടുത്താണ് കാക്കിശ്ശേരി ഭട്ടതിരിപ്പാട്. കാക്കിശ്ശേരിക്ക് 4 അടി പൊക്കമുള്ള കാക്ക കറുമ്പനാണ്. മറ്റതാണെങ്കിൽ 7 അടി പൊക്കത്തിൽ നല്ല ഇതെന്താണ് പഴുത്ത പൂവമ്പഴത്തിൻ്റെ പുള്ളിക്കുത്തില്ലാതെ പഴുത്ത പൂവമ്പഴത്തിൻ്റെ നിറത്തോടു കൂടി ഉദ്ദണ്ഡം വന്ന് നിൽക്കുന്നു. അപ്പോൾ ഇയാൾ വന്നു കഴിഞ്ഞപ്പോഴേക്ക് ഇയാളോട് പറഞ്ഞ് ആകാരോ ഹ്രസ്വ എന്ന് പറഞ്ഞ്, ആകാരത്തിൽ ചെറുതാണല്ലോ എന്ന് പറഞ്ഞ്. അപ്പോൾ നഹി നഹി അകാരോ ഹ്രസ്വ ആകാരോ ദീർഘ. അപ്പം തന്നെ ഒരു അടി കൊടുക്കുന്നതാണ്. കാരണം ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റിലേക്ക് കൊണ്ടുപോവുകയാണ്. ഈ കോണ്ടെക്സ്റ്റിൽ നിന്ന് മാറ്റി അവസാനം എന്ത് പറഞ്ഞാലും ഇവൻ എതിർത്ത് പറഞ്ഞ് അവസാനം പറഞ്ഞു നിൻ്റെ അമ്മ പതിവ്രതയാണെന്ന് പറഞ്ഞു. കാക്കിശ്ശേരി അതിനെയും എതിർത്തു എന്നുള്ളതാണ്. ആ കാക്കിശ്ശേരിയുടെ ജന്മാവശിഷ്ടങ്ങൾ ഇപ്പോഴും ഈ CPMലും CPIയിലൊക്കെ ഉള്ളത് കൊണ്ടാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഏത് പദ്ധതി വന്നാലും എന്നാൽ എതിർത്ത് കളയാം, എതിർത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഇതെല്ലാം നടപ്പിലാക്കും. UGC എതിർത്ത് നടപ്പിലാക്കി, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എതിർത്ത് നടപ്പിലാക്കി, ഇങ്ങനെ എല്ലാം എതിർത്ത് വഖഫ് എല്ലാം എതിർത്ത് നടപ്പിലാക്കി. ഈ രീതിയിൽ മനുഷ്യനെ പറ്റിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്നതാണ്. ആ മനുഷ്യനെ പറ്റിക്കുന്നതിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന മിടുക്കനാണ് ജോൺ ബ്രിട്ടാസ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇന്ത്യ ലൈവ് പ്രവർത്തനം ആരംഭിച്ചിട്ട് 1 മാസം പൂർത്തിയാവുകയാണ്. 1 മാസത്തിനുള്ളിൽ നിങ്ങളുടെ ഭാഗത്തുനിന്ന് വലിയ പിന്തുണയാണ് ഇന്ത്യ ലൈവിന് കിട്ടിയിട്ടുള്ളത്. ഈ ചാനലിൻ്റെ വിജയം എന്ന് പറയുന്നത് നിങ്ങൾ ഓരോരുത്തരും നൽകുന്ന അകമഴിഞ്ഞ പിന്തുണയാണ്. ഈ പിന്തുണ നിങ്ങൾ വീഡിയോകൾ കണ്ട് ഞങ്ങൾക്ക് നൽകുന്നുണ്ട്. ഞങ്ങളുടെ വീഡിയോകൾ എല്ലാ ദിവസവും ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്നുണ്ട്. പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ, നിങ്ങളുടെ ഒരു ചെറിയ അശ്രദ്ധ ഞങ്ങൾക്ക് കൂടുതൽ സഹായം ലഭിക്കുന്നതിന് തടസ്സമാവുന്നുണ്ട്. അതായത് നമ്മുടെ വീഡിയോ കണ്ടതിന് ശേഷം ദയവായി ആ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തുക. 1 മിനിറ്റിന് താഴെ സമയം വേണ്ടുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ചെയ്താലേ നമുക്ക് ഈ ചാനൽ ഇനി മുന്നോട്ട് പോകാൻ കഴിയൂ. നിങ്ങൾ ഓരോരുത്തരും ദയവായി ഈ വീഡിയോ കണ്ടതിന് ശേഷം നമ്മുടെ ചാനൽ ഇന്ത്യ ലൈവ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തണം. ഇത് ഈ ചാനലിനെ നിലനിർത്താൻ നിങ്ങൾ നൽകുന്ന ഏറ്റവും വലിയ സഹായമായിരിക്കും. ഈ സഹായമാണ് ഞങ്ങൾക്ക് വേണ്ടത്. ഇങ്ങനെ നിങ്ങളുടെ സഹായമുണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് തുടർന്നും മറ്റാരും പറയാത്ത സത്യങ്ങളും വാർത്തകളുമായി നിങ്ങളുടെ മുന്നിൽ വരാൻ കഴിയൂ. ഇത് വ്യക്തിപരമായ എൻ്റെ ഒരു അഭ്യർത്ഥനയായി കണക്കിലെടുത്ത് ദയവായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്.